Hello students, welcome to Easy Learning with Suvida. ഹലോ സ്റ്റുഡൻസ്, 8ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ എക്സാം, അതായത് മിഡ് ടൈം എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിഡ് ടൈമിനും ടൈം എക്സാമിനും, അതായത് ഓണം എക്സാമിനും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ വൺ വേർഡ്സും അതുപോലെ തന്നെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൺ വേർഡ്സിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇതിൽ തന്നെ പറയും. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ തന്നെ ഉത്തരം എഴുതണം. അതിനൊരു എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞു തരും. നിങ്ങളുടെ ഒരു എഴുത്തിൻ്റെ രീതി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ സ്വന്തമായി എഴുതി ശീലിക്കുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായി ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം, കാരണം എക്സ്പ്ലനേഷൻ ഞാൻ തരും. അതിനനുസരിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി. ഞാനത് കമൻറ്റായി ആ ആൻസർ ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിരുന്നേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, പനിനീർപ്പൂവ് ഉൾപ്പെട്ട സമാഹാരത്തിൻ്റെ പേരെന്ത്? നമുക്കറിയാം, അമൃതധാരയാണ് പനിനീർപ്പൂവ് ഉൾപ്പെട്ട സമാഹാരത്തിൻ്റെ പേര്. അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പനിനീർപ്പൂവ് എന്ന കവിത. രണ്ടാമത്തെ ചോദ്യം, കൈ എന്നതിൻ്റെ സമാന പദത്തിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളപ്പോൾ പെടാത്തതാണോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്തിട്ട് വേണം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. കൈ എന്നതിൻ്റെ സമാന പദത്തിൽ പെടാത്തത് പാണി, ബാഹു, കരം എന്നിവയൊക്കെ കൈ എന്ന പദത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അതിൽ ചരണം എന്ന വാക്കാണ് കൈ എന്ന പദത്തിൻ്റെ സമാന പദം അല്ലാത്തത്. അപ്പോൾ ഉത്തരം ചരണമാണ്. മൂന്നാമത്തെ ചോദ്യം, ഏതൊരു മാലിൽ താൻ മർത്യർക്കു നിങ്ങളാൽ സ്ഫീതമാനന്ദം വായിക്കുന്നില്ല? അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമെന്ത്? ഇവിടെ അടിവരയിട്ടിട്ടുള്ളത് മാലിൽ താൻ എന്ന വാക്കിനാണ്. മാലിൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖത്തിൽ എന്നാണ്. അപ്പോൾ കവി ഇവിടെ പൂക്കളോട് പറയുകയാണ്, മർത്യർക്ക്, മനുഷ്യർക്ക് ഏതൊരു ദുഃഖത്തിലും നിങ്ങൾ ആനന്ദം നൽകുന്നില്ലേ? ഏതൊരു മാലിൽ താൻ സ്ഫീതമാം ആനന്ദം വായിക്കുന്നില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് മനുഷ്യൻ്റെ ഏത് സങ്കടത്തിലാണ് നിങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കാത്തത്? മനുഷ്യൻ്റെ ഏതൊരു ദുഃഖത്തിലും നിങ്ങൾ കൂടെ നിൽക്കുന്നില്ലേ, സന്തോഷം നൽകുന്നില്ലേ എന്ന ചോദ്യമാണ് കവിയുടേത്. അപ്പോൾ മാലിൽ താൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖത്തിൽ, മനുഷ്യൻ്റെ ദുഃഖത്തിൽ പൂക്കൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല? ഇവിടെ നിങ്ങളാൽ പൂതമാം എന്ന വാക്കിൻ്റെ അടിയിൽ അടിവര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ പദക്കൂട്ടം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളാൽ അധികം പൂതമാം, നിങ്ങളാൽ അധികം ആൽപൂതമാം, നിങ്ങളാൽ പൂ അധികം തമാം, നിങ്ങളാൽ അധികം പൂതമാം. അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അറിയാം, കൃത്യമായിട്ടുള്ള വിഗ്രഹിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? നിങ്ങളാൽ അധികം പൂതമാം. നിങ്ങളാൽ പൂതമാം എന്ന വാക്കിനെ കൃത്യമായി വിഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളാൽ അധികം പൂതമാം എന്നതാണ്. അടുത്ത ചോദ്യം, ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു. അടിവരയിട്ട പദം മാറ്റി എഴുതിയാൽ എങ്ങനെയാണ് എഴുതുക? ഘ്രാണേന്ദ്രിയം, ഘ്രാണത്തിനുള്ള ഇന്ദ്രിയം, അതായത് മൂക്ക്. ശ്വസിക്കുന്നതിനും നമ്മൾ സുഗന്ധമൊക്കെ വഹിക്കുന്നതിനുമൊക്കെ ഉള്ള നമ്മുടെ ഇന്ദ്രിയം ഏതാണ്? മൂക്കാണ്. അപ്പോൾ ഘ്രാണേന്ദ്രിയം എന്ന വാക്ക് എങ്ങനെയാണ് മാറ്റി എഴുതുക? അപ്പോൾ ഘ്രാണേന്ദ്രിയം എന്നത് സമാസത്തോടു കൂടി എഴുതിയതാണ്. അതിനെ എങ്ങനെയാണ് വിഗ്രഹിച്ച് എഴുതുക? ഘ്രാണത്തിനുള്ള ഇന്ദ്രിയം. ബാക്കിയുള്ള നോക്കുക, ഘ്രാണവും ഇന്ദ്രിയവും, ഇന്ദ്രിയമാകുന്ന ഘ്രാണം, ഘ്രാണമാകുന്ന ഇന്ദ്രിയം, ഇതൊന്നുമല്ല. കൃത്യമായിട്ടുള്ള വാക്കേതാണ്? മാറ്റി എഴുതുന്നത് എങ്ങനെയാണ്? ഘ്രാണത്തിനുള്ള ഇന്ദ്രിയം, അതാണ് ഘ്രാണേന്ദ്രിയം. അടുത്ത ചോദ്യം, ഏതെങ്കിലും മൂന്നെണ്ണത്തിന് 2 or 3 വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ആറാമത്തെ ചോദ്യം, പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെയെന്നോർമ്മയില്ലേ? ഇത് ആരുടെ ചോദ്യമാണ്? എപ്പോഴാണ് ഇത് ചോദിച്ചത്? ആശയമെന്ത്? അപ്പോൾ പാഴുറ്റ മണ്ണിൽ, നാളെ ഈ മണ്ണിൽ
വെറും ഈ പാഴുട്ട് നിൽക്കുന്ന ഈ മണ്ണിൽ, വെറും ഈ മണ്ണിൽ നീ എന്ത് ചെയ്യും? നാളെ വീഴാൻ പോവുകയാണ്. ഇത് ആരോട് ചോദിച്ചതാണ്? കവി പൂവിനോട് ചോദിച്ചതാണ്. പൂവ് വളരെ നൈമിഷികമായ ക്ഷണികമായ ജീവിതമുള്ള പൂവ് വളരെ സന്തോഷവതിയായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ കവിയുടെ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സംശയമാണ്, അല്ലെങ്കിൽ ആശങ്കയാണ്. എന്ത്? നാളെ ഈ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോവുകയാണ്, എന്നിട്ടും നീ ഇത്ര ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് നീ ഓർമ്മിക്കുന്നില്ലേ? നിൻ്റെ ജീവിതം വളരെ ക്ഷണികമാണെന്ന് നീ ചിന്തിക്കുന്നില്ലേ എന്ന് കവി പൂവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആശയം എന്താണ്? കവി ജീവിതത്തിൻ്റെ നൈമിഷികതയെ അല്ലെങ്കിൽ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ആ ക്ഷണികമായ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, സന്തോഷത്തോടെ ജീവിക്കാം, സ്വയം ആനന്ദിക്കാം. ഇതൊന്നും കവി ചിന്തിക്കുന്നില്ല. ബാഹ്യമായിട്ടുള്ള നശ്വരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ എന്ന അർത്ഥത്തിൽ വേണം നിങ്ങളിതിന് ഉത്തരം എഴുതാൻ വേണ്ടി. അപ്പോൾ ഇത് കവി പൂവിനോട് ചോദിക്കുന്നതാണ്. എപ്പോഴാണ് ചോദിക്കുന്നത്? പൂവ് ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട്. അത് എന്തുകൊണ്ടാണ് കവിക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നത്? വളരെ ക്ഷണികമായ ജീവിതമാണ് പൂവിൻ്റേത്. എന്നിട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കവിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ് കവി പൂവിനോട് ചോദിക്കുന്നത്. ഇത്രയും വളരെ ക്ഷണികമായ ഒരു ജീവിതം വെച്ചുകൊണ്ട് നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ആശയം എന്താണ്? വെറും നശ്വരമായിട്ടുള്ള ജീവിതത്തെ മാത്രം, ബാഹ്യമായിട്ടുള്ള ജീവിതത്തെ മാത്രം, വളരെ ക്ഷണികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ മനുഷ്യൻ ചിന്തിക്കുന്നുള്ളൂ. തൻ്റെ ചെറിയ ഒരു ജീവിതത്തിലും പൂക്കൾ ചെയ്യുന്ന ആ ഒരു നന്മ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സ്വയം ആനന്ദിക്കുക, ഇതൊന്നും മനുഷ്യൻ പിന്തുടരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് കവി ആ ചോദ്യം ചോദിക്കാൻ കാരണം എന്നുകൂടി ആ ഒരു ആശയം ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഈ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം നോക്കാം. ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. ആരെപ്പറ്റിയാണ് കവി ഇവിടെ പറയുന്നത്? ആശയം എന്താണ്? ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ വരികളുടെ അർത്ഥം എന്താണ്? ഏതൊരു പാഴ്മണൽ കാടും ഏതൊരു മരുഭൂമിയും നിങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളാൽ പൂതമാം നന്ദനം, വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാകുന്നില്ല. അപ്പോൾ കവി ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ്? പൂക്കളെക്കുറിച്ചാണ്. പൂക്കളെക്കുറിച്ച് ആദ്യം കവിക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കവി ആ ഒരു സത്യം മനസ്സിലാക്കുന്നു. അപ്പോഴാണ് കവി പറയുന്നത്, ഏതൊരു മരുഭൂമിയും നിങ്ങളുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള പൂങ്കാവനമായി മാറും എന്നാണ് കവിയുടെ പറയുന്നത്. അപ്പോൾ പൂക്കളുടെ പ്രാധാന്യത്തെ കവി മനസ്സിലാക്കുകയും താൻ പറഞ്ഞു പോയ, അതായത് വളരെ നൈമിഷികമായ ജീവിതം കൊണ്ടും സന്തോഷിക്കുന്ന പൂക്കളെ കണ്ടപ്പോൾ കവിക്ക് തോന്നുന്ന ഒരു ആശങ്ക പൂവിനോട് ചോദിക്കുന്നു. ആ പൂവിനത് വിഷമമാകും എന്നോ അത് അത്രത്തോളം അതിനെ വേദനിപ്പിക്കുമെന്നോ ഒന്നും ചിന്തിക്കാതെ കവി തൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചോദ്യം പൂവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പൂവ് തല കുനിച്ചുകൊണ്ട് തലയാട്ടുക മാത്രം ചെയ്തപ്പോൾ കവിക്ക് അത് മനസ്സിലാവുന്നു. എന്നതിൻ്റെ സത്യം എന്താണ്? പൂക്കൾ തൻ്റെ നൈമിഷികമായ ജീവിതം കൊണ്ടുപോലും മനുഷ്യനെയും മറ്റു ജീവജാലങ്ങളും എത്രത്തോളം സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോഴാണ് കവി പറയുന്നത്, കവിക്ക് തന്നെ തെറ്റ് മനസ്സിലാകുകയും അത് പൂവിനോട് ആ തെറ്റ് ഏറ്റുപറയുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് കവി പറയുന്നത്, ഏതൊരു പാഴ്മണൽ കാട് പോലും നിങ്ങളാൽ പൂതമാം നന്ദനം ആകുന്നില്ല, വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാകുന്നില്ലേ എന്ന് കവി ചോദിക്കുകയാണ്. അപ്പോൾ ആശയം എന്താണ്? വളരെ നശ്വരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായിട്ട് കൂടിയും അതുകൊണ്ട് പോലും മറ്റുള്ള ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും തൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ, അവരെ സന്തോഷിപ്പിക്കാൻ, കൂടെ സ്വയം സന്തോഷിക്കാൻ പൂക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്ന അർത്ഥമാണ് ഇവിടെ. ആ ഒരു ആശയമാണ് തെളിയുന്നത്. ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, മാനവർ നിങ്ങൾ തന്നന്തകത്തിൽ മനുഷ്യർക്ക് പൂക്കളുടെ അടുത്ത് ചെന്നാൽ ലഭിക്കുന്നതെന്ത്? ആശയം വ്യക്തമാക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലും പൂക്കളുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ പൂക്കൾ എത്രത്തോളം നന്മ ചെയ്യുന്നു എന്ന് ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാനവർ, അതായത് മനുഷ്യരുടെ അന്തകത്തിൽ, മനുഷ്യരുടെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്.
ആദ്യം കവി പൂക്കളെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിലും അല്ലെങ്കിൽ പൂക്കളുടെ ആ സന്തോഷത്തിൽ അല്ലെങ്കിൽ ആ ആനന്ദം കണ്ടുകൊണ്ട് കവിക്ക് ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ജനിക്കുന്നുവെങ്കിലും പിന്നീട് പൂക്കളുടെ പ്രാധാന്യത്തെ കവി തിരിച്ചറിയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒന്നാണ് പൂക്കളെന്ന് പിന്നീട് കവി അത് വളരെ വ്യക്തമായി പറയുകയും ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പൂക്കളോട് അല്ലെങ്കിൽ ആ പൂവിനോട് തൻ്റെ ക്ഷമാപണം നടത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ പൂക്കളുടെ അടുത്ത് ചെന്നാൽ മനുഷ്യർക്ക് ലഭിക്കുന്നത് എന്താണ്? വളരെ പരമാനന്ദമാണ് അല്ലേ? പൂക്കൾ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത്? സന്തോഷം തരുന്നുണ്ട്, സുഗന്ധം തരുന്നുണ്ട് അല്ലേ? കണ്ണിന് കുളിർമയും നമ്മുടെ മൂക്കിന് സുഗന്ധവും ഒക്കെ തരുന്നത് ആരാണ്? പൂക്കളാണ്. എത്ര ദുഃഖമുണ്ടെങ്കിലും നന്നായി വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസാപുഷ്പത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൂവിനെ കാണുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു സന്തോഷം മനസ്സിലുണ്ടാകും, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു ആനന്ദം മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കവി പൂക്കളുടെ പ്രാധാന്യം മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കവിത തന്നെയാണിത്. അപ്പോൾ ഈ ഒരു വരിയിലും മനുഷ്യർക്ക് പൂക്കളുടെ അടുത്ത് ചെന്നാൽ ലഭിക്കുന്നത് എന്താണ്? സന്തോഷമാണ്, അതുപോലെ ആനന്ദമാണ്, തങ്ങളുടെ ദുഃഖത്തെ മറക്കാനുള്ള ഒരു മാർഗമാണ്, അതുപോലെ തന്നെ തേൻ നുകരാനുള്ള ഒരു വഴിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പൂക്കൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് പൂക്കളുടെ അടുത്ത് ചെന്നാൽ ലഭിക്കുന്നത് പരമാനന്ദം തന്നെയാണ് എന്ന ആശയത്തെ വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളിവിടെ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കുക. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. എന്തുകൊണ്ടാണ് പൂക്കളെ ദേവതകളായി കവി കൽപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ കവിതയുടെ അവസാനത്തെ വരികളാണ് എന്ത്? പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളൻ ദേവതമാർ. എന്തുകൊണ്ടാണ് പൂക്കളെ അങ്ങനെ ദേവതമാരായി കൽപ്പിച്ചിട്ടുള്ളത്? പൂക്കൾ ചെയ്യാത്തത് എന്ത് കാര്യമാണുള്ളത്? ദരിദ്രാവസ്ഥയിൽ നിൽക്കുന്നവനോ രാജാവിനോ ഒക്കെ ചാർത്താൻ പറ്റുന്നതാണ് പൂക്കൾ. അതുപോലെ തന്നെ വീരനെ ചാർത്താൻ പറ്റുന്നതാണ്, ദൈവങ്ങളെ ചാർത്താൻ പറ്റുന്നതാണ്, സ്ത്രീകൾ തലയിൽ ചൂടുന്നതാണ് പൂക്കൾ. അതുപോലെ മരണത്തിലോ ഏതൊരു ആഘോഷത്തിലോ അതുപോലെ ദുഃഖത്തിലോ സന്തോഷത്തിലോ ഒക്കെ പൂക്കൾക്കൊരു സ്ഥാനം മനുഷ്യ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് പൂക്കളെ ദേവതകളായി കവി കൽപ്പിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ദൈവങ്ങൾക്കാണ് അല്ലെങ്കിൽ ദേവതമാർക്കാണ്. അതുപോലെ തന്നെയാണ് ഒരു ദൈവിക പരിവേഷമുള്ള ഒന്ന് തന്നെയാണ് പൂക്കൾ എന്നാണ് കവി ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ദേവതയോട് ഉപമിച്ച ആ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം നോക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ഖണ്ഡികയിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ് ഇങ്ങനെ വരിക. അപ്പോൾ ഒരു പാരഗ്രാഫ് തിരിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. 4 മാർക്കിൻ്റെ ആകുമ്പോൾ ഒരു നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 250 to 300 വാക്കുകളെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. പൂക്കളെ കണ്ടപ്പോൾ ആദ്യം കവി ചോദിച്ചത് എന്താണ്? അതിലെ തെറ്റ് കവിക്ക് മനസ്സിലായത് എങ്ങനെ? പൂക്കളെ കണ്ടപ്പോൾ എന്താണ് കവി ചോദിച്ചത്? നിങ്ങളുടെ ജീവിതം വളരെ നൈമിഷികമാണല്ലോ, നാളെ ഈ പാഴുറ്റ മണ്ണിൽ നിങ്ങൾ വീണ് പോകേണ്ടതാണല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് വളരെ ചപലമായ ഒരു ചോദ്യമാണ് കവി ചോദിക്കുന്നത്. പൂക്കളുടെ നൈമിഷികതയെക്കുറിച്ച് മാത്രം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൂക്കളുടെ വളരെ നൈമിഷികമായിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് മാത്രമേ കവി അവിടെ ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് ചെയ്യുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ നൽകുന്ന പ്രാധാന്യം, അത് ചെയ്യുന്ന കടമകൾ, ഇതൊന്നും കവി ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ സന്തോഷം കണ്ടുകൊണ്ട് കവി ചോദിക്കുകയാണ്, ഒരൊറ്റ ദിവസം മാത്രം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ആയുസ്സുള്ള നിനക്ക് എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടു കൂടി നിൽക്കാൻ സാധിക്കുന്നത് എന്ന് കവി പൂക്കളോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിലെ തെറ്റ് കവിക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഈ പൂക്കൾ എന്ത് ചെയ്യാണ്, ഈ പൂവ് എന്ത് ചെയ്യാണ്, ഒരു സൈഡിലേക്ക് മാത്രം തല ആട്ടിക്കൊണ്ട്, ഇല്ല എന്ന നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പിന്നീടും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കവിക്ക് മനസ്സിലാകുന്നത് തൻ്റെ തെറ്റ് എന്താണ്, താൻ ചോദിച്ചതിലെ തെറ്റ് മനസ്സിലാവുന്നത്. പൂക്കൾക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അത്രത്തോളം കടമകൾ ചെയ്തു തീർക്കുന്നുണ്ട്. വളരെ നൈമിഷികമായിട്ടുള്ള ജീവിതമാണെങ്കിലും ആ ജീവിതം കൊണ്ട് വളരെയധികം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും തൻ്റെ ജീവിതം വളരെ ചുരുങ്ങിയ ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ വളരെയധികം കടമകൾ ചെയ്തു തീർക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത ഒരാൾക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല, തൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണികതയോർത്ത് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല. കാരണം ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിലപ്പുറം
ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കടമകളൊക്കെ ചെയ്ത് തീർത്ത ഒരാൾക്ക് തീർച്ചയായും പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. വളരെ സന്തോഷിച്ചുകൊണ്ട് തന്നെ നിൽക്കാം. തൻ്റെ മരണത്തെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ആ ഒരു പൂവ് തൻ്റെ ചിരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പിന്നീട് കവിക്ക് മനസ്സിലാവുകയും പൂക്കൾ എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കവി ചിന്തിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം കവി ആ പൂവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഈ ഒരു അർത്ഥത്തെ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, എന്തെല്ലാം ഗുണവിശേഷങ്ങളാണ് കവി പനിനീർ പൂവിൽ കണ്ടെത്തുന്നത്? വിശദമാക്കുക. വളരെ അധികം ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണഗണങ്ങളൊക്കെ അല്ലെങ്കിൽ പൂക്കൾ ചെയ്തു തീർക്കുന്ന കടമകളൊക്കെ തന്നെ കവി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ചെയ്യുന്നത്? മനുഷ്യർക്ക് ആനന്ദം നൽകുന്നു, സന്തോഷം നൽകുന്നു, വീരനെ ചാർത്താം, ദേവനെ ചാർത്താം, സ്ത്രീകൾ മൗലിയിൽ ചൂടുന്നു, അതുപോലെ തന്നെ ഏതൊരു ദുഃഖത്തിലും സന്തോഷത്തിലും മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുന്നു, അതുപോലെ തന്നെ ആഘോഷങ്ങളിൽ കൂടെ ഉണ്ടാവുന്നു. ആഘോഷങ്ങളിൽ പൂക്കളില്ലാത്തൊരാഘോഷം പോലും ഇല്ല. അതുപോലെ തന്നെ മധു നൽകുന്നു, തേൻ നമുക്ക് ലഭിക്കണമെങ്കിൽ പൂക്കൾ ഉണ്ടായേ തീരൂ. അപ്പോൾ അങ്ങനെ കുറേ കടമകൾ, കുറേ ദൗത്യങ്ങൾ പൂക്കൾ തൻ്റെ ചെറിയ ജീവിതം കൊണ്ട് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ പനിനീർ പൂവിൽ കാണുന്ന ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന് കുളിർമയേകുന്നു, ആനന്ദം നൽകുന്നു, മനുഷ്യൻ്റെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നു. ഏതൊരു മരുഭൂമിയിലും ഏതൊരു മരുഭൂമിയിലും അതായത് മനുഷ്യൻ്റെ അന്ധതയിലും പൂതമാം നന്ദനമാക്കി തീർക്കുന്നു. അതായത് എത്ര ഇരുട്ട് നിറഞ്ഞ ഒരവസ്ഥയിലും എത്ര ദുഃഖത്തിലും, ഇവിടെ ഒരു മരുഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഒരു ദുഃഖത്തിലാണ് മനുഷ്യ ജീവിതം കടന്നു പോകുന്നതെങ്കിലും ഒരു പൂവിനെ കാണുമ്പോൾ, അതിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ തീർച്ചയായും മനുഷ്യ മനസ്സിലൊരു സന്തോഷം, ആനന്ദമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ മനുഷ്യൻ്റെ സന്തോഷത്തിൽ കൂടെ നിൽക്കുന്നു. അവൻ്റെ ആഘോഷങ്ങളിൽ പൂക്കൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഏതൊരു മത്സരത്തിൽ ജയിച്ചു വരുന്ന ഒരു വിജയിയെ നമ്മൾ പൂക്കൾ കൊണ്ടാണ് ആദരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ദേവന് നിവേദ്യമായി നിവേദിക്കുന്നത് എന്താണ്? പൂക്കളാണ്. അപ്പോൾ ഏതൊരു ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പൂവ് എന്ന് കവി ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം പൂക്കൾക്ക് മനുഷ്യജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ്. 6 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 2.5 പുറം ടു ഒരു 3-3.5 പുറം വരെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, 3 പേജല്ല, 3 പുറമെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതാൻ ഒരു 1.5 പുറം മുതൽ 3 പുറത്തിനുള്ളിൽ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു തുടക്കം ഉണ്ടായിരിക്കണം, ഉള്ളിൽ കൃത്യമായ കാര്യങ്ങൾ എഴുതണം. അതുപോലെ തന്നെ അതിനെ ഉപസംഹരിക്കുന്നതും കൃത്യമായിട്ടുള്ള ആശയം വെച്ചിട്ടാവണം, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്: മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപദങ്ങൾ, മധുരമീ ജീവിതം ചെറുതാണെങ്കിലും ആരല്ലൻ ഗുരുനാഥൻ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. എൻ്റെ വിദ്യാലയം എന്ന ഒളപ്പമണ്ണയുടെ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാണിത്. ഈ ഭൂമിയിലെല്ലാം എന്തൊക്കെയോ എന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്ന കവിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചല്ലോ. മുകളിൽ കൊടുത്തിട്ടുള്ള കവിതയുടെ ആശയവും പനിനീർപ്പൂവ് എന്ന കവിതയുടെ കേന്ദ്ര ആശയവും തമ്മിൽ ബന്ധപ്പെടുത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന ആ ഒരു കവിതയിൽ ഭൂമിയെ തന്നെ ഒരു വിദ്യാലയമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളും മനുഷ്യനെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്ന ആശയം വ്യക്തമാക്കുന്ന കവിതയാണ് ഒളപ്പമണ്ണയുടെ വിദ്യാലയം എന്ന കവിത. അപ്പോൾ ഇവിടെ മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപദങ്ങൾ, തേനീച്ചകൾ മധുവിൻ്റെ മത്താൽ തേൻ കുടിച്ച് അതിൻ്റെ മത്തുകൊണ്ട് പാറ നടക്കുകയാണ്. മധുരമാണ് ഈ ജീവിതം, വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ജീവിതം വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ജീവിതം മധുരം നിറഞ്ഞതാണ്. അത് ഒരിക്കലും സങ്കടപ്പെടുന്നില്ല, തൻ്റെ ജീവിതം വളരെ ചെറുതാണ് എന്ന് കരുതി വിഷമിക്കുന്നില്ല. പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച് ആ തേൻ നുകർന്നുകൊണ്ട് അതിൻ്റെ മത്താൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. മധുരതരമായി ആഘോഷിക്കുകയാണ് ഈ ചെറുതേനീച്ചകൾ.
അപ്പോൾ ഇവിടെ കവി ചോദിക്കുകയാണ്, ആരല്ലൻ ഗുരുനാഥൻ, ആരല്ലൻ ഗുരുനാഥൻ, പാരതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. അപ്പോൾ ആരാണ് ഈ ഭൂമിയിൽ ഗുരുനാഥൻ അല്ലാത്തത്? എനിക്ക് ഗുരുനാഥൻ അല്ലാത്തത് ആരാണുള്ളത്? അപ്പോൾ വിദ്യാലയം എന്ന ഒരു ഘടകം, ആ ഒരു ആശയത്തിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയിൽ ആരാണ് എന്നെ ഒന്നും പഠിപ്പിക്കാത്തത്? വളരെ ചെറിയ കാര്യങ്ങൾ പോലും, ഘടകങ്ങൾ പോലും, ചെറിയ ജീവികൾ പോലും എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മധുപദങ്ങൾ, അതായത് ഈ ചെറു തേനീച്ചകൾ പോലും എന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. കാരണം തൻ്റെ ചെറിയ ജീവിതം കൊണ്ട് പോലും അത് സന്തോഷിക്കുന്നു. മധു കുടിച്ച് ഇങ്ങനെ മത്താൽ പാറ നടക്കുന്നു, മധുരതരമാക്കുന്നു, തൻ്റെ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം പോലും, ചെറിയൊരു ജീവി പോലും തന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, ഭൂമിയിലെ എല്ലാ ഘടകങ്ങളും തന്നെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് ഓളപ്പമണ്ണ തൻ്റെ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്, ഈ ഒരു കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കവിത, ഓളപ്പമണ്ണയുടെ വിദ്യാലയം എന്ന കവിതയും നമ്മുടെ പനിനീർപ്പൂവ് എന്ന കവിതയുമായി സാമ്യമുണ്ട് അല്ലേ? പനിനീർപ്പൂവ് എന്ന കവിതയിൽ ഒരു ചെറിയ പുഷ്പം, ഒരു ചെറിയ പൂവ് മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം ക്ഷണികമായിട്ടുള്ള, നശ്വരമായിട്ടുള്ള അതിൻ്റെ ജീവിതം കൊണ്ട് അതെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. ആ ഒരു നശ്വരതയ്ക്കിടയിലും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ പനിനീർപ്പൂവ്. ഒരു ചെറിയ പുഷ്പത്തിന് ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പനിനീർപ്പൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം അതിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ കവി ചോദ്യം ചോദിക്കുന്നുവെങ്കിലും പിന്നീട് അതിൻ്റെ ഗുണഗണങ്ങൾ, അല്ലെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് കവി പിന്നീട് അതിനോട് ക്ഷമാപണം നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കവിതയും, പനിനീർപ്പൂവ് എന്ന കവിതയും ഇവിടെ വിദ്യാലയം എന്ന കവിതയും ഏകദേശം ഒരേ ആശയത്തെ ചിത്രീകരിക്കുന്ന കവിതകളാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ജീവിക്ക് പോലും, ചെറിയൊരു ഘടകത്തിന് പോലും ഭൂമിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യനാവട്ടെ ഇത്രത്തോളം ജീവിതം ലഭിച്ചിട്ടും അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനപ്പുറമാണെങ്കിൽ പോലും, ഒരു ചെറിയ ജീവിയെ അപേക്ഷിച്ച് മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെങ്കിലും അതൊന്നും ചെയ്യാതെ തൻ്റെ നശ്വരമായ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയാണെങ്കിൽ ഒരു കാര്യവും ചെയ്യാൻ നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത് കവിയുടെ. അപ്പോൾ ഈ രണ്ട് കവിതയിലെയും ആശയത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേണം, ആ ഒരു അർത്ഥതലത്തോട് കൊണ്ടുപോയി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രണ്ട് കവിതയുടെ അർത്ഥം മനസ്സിലായല്ലോ. ഈ രണ്ട് കവിതയുടെ അർത്ഥത്തിൽ സാമ്യങ്ങളുണ്ട്, ആശയത്തിൽ സാമ്യമുണ്ട്. അപ്പോൾ ആ ഒരു സമാനമായിട്ടുള്ള ആശയത്തെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. 3 പുറമെങ്കിലും എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം 6 മാർക്കിന് തന്നെ ചോദ്യമാണ്. പനിനീർപ്പൂവ് എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പനിനീർപ്പൂവ് എന്ന കവിതയുടെ പൂർണ്ണമായിട്ടുള്ള ആസ്വാദനക്കുറിപ്പ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഈ പനിനീർപ്പൂവിൽ എന്ന കവിതയെ അടിസ്ഥാനമാക്കി വരും. അപ്പോൾ തീർച്ചയായും ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിന് ഞാൻ തന്ന വിശദീകരണവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഉത്തരം, നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിൻറ്റ്സ് ആയിട്ട് ഞാനത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായും ഈ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ, നിങ്ങൾ സ്വന്തമായ ഒരു ബുക്ക് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും മിഡ് ടൈം എക്സാമിന് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.